ഹായ് ഓൾ, പിന്നെ നമുക്ക് നല്ല ചിക്കൻ വറുത്തരച്ച കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ സവാള ഒന്ന് നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ കറിയിൽ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ആ പൊടികളെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി, ചെറിയ തക്കാളിക്കാണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തക്കാളി ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഏകദേശം 800 ഗ്രാം ഉണ്ടാവും. ഇനി ഈ ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് ആ ചിക്കൻ കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ചെറിയൊരു പാൻ എടുക്കുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. 2-3 കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയും അരയ്ക്കാം. ഇനി നിങ്ങൾക്ക് കളർ ഇത്തിരി ലൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ടും അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പം കറി നല്ല ഡാർക്ക് കളറിലും, ഇത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കളർ ലൈറ്റായിട്ട് ഇരിക്കും. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറി ഓൾമോസ്റ്റ് റെഡി. ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം വെള്ളമൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അവസാനം നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറ്, ഇടിയപ്പം, പത്തിരി, ദോശ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.